മുത്തൈത്തൊരു പത്തിത്തിരുനകയത്തിക്കിരിസത്തിച്ചരുവണ മുത്തിക്കൊരു വിത്തു ഗുരു പറയനവോതും. മുത്തൈത്തൊരു പത്തിത്തിരുനകയത്തിക്കിരിസത്തിച്ചരുവണ മുത്തിക്കൊരു വിത്തു ഗുരു പറയനവോതും. മുക്കത്പരവർക്കച്ചുരുതിയിൽ മുற்பട്ടത് കർപ്പിത്തിരുവരും 30 മൂവർക്കത്തമരരും അടിപേന. മുക്കത്പരമർക്കച്ചുരുതിയിൽ മുற்பട്ടത് കർപ്പിത്തിരുവരും 30 മൂവർക്കത്തമരരും അടിപേന. ഇത് പ്രശസ്തമായിട്ടുള്ള ഒരു തിരുപ്പുകളാണ്. ഇതിങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അക്ഷരം മനസ്സിലായിട്ടുണ്ടോ? അത് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാനായിട്ട്. കാരണം ഇത് വേറൊരു തമിഴിലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു തമിഴിലല്ല ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അരുണഗിരിനാഥർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു സിദ്ധൻ തമിഴ്നാട്ടിൽ അരുണാചലത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ ഒരു സിദ്ധൻ രചിച്ച ആ ഒരു തിരുപ്പുകളാണിത്. ഇത് മുരുകനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ സ്കന്ദഷഷ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സ്കന്ദഷഷ്ടിക്ക് എല്ലാവരും മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വ്രതം എടുക്കും. മക്കളുടെ ഐശ്വര്യത്തിനും ദീർഘായുസിനും അവർക്ക് നല്ല ജോലി കിട്ടാൻ, അവരെ സന്തോഷമായിട്ട്, ഏതൊരു അമ്മമാരുടെ ആഗ്രഹം സ്വന്തം മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ഏതൊരു അമ്മമാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ടി വ്രതം. അപ്പോൾ ഈ അരുണഗിരിനാഥരുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് മുത്തൈത്തൊരു പത്തത്തിരുന്നകി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞങ്ങൾ അടുത്ത കാലത്ത് പഠിച്ച ഒരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എളുപ്പമൊന്നും മനസ്സിലാവില്ല. ഞാനിതിൻ്റെ അർത്ഥം വന്നിട്ട് നോക്കി ഒരു മാസം മുമ്പാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ നോക്കി പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനെന്താ പറയണത്, ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ഞാൻ നോക്കി വന്നപ്പോൾ ഇത് ശരവണനെ സ്തുതിച്ചുകൊണ്ടാണ്. അതായത് മുത്തുപോലെയുള്ള പല്ലുകൾ കൊണ്ട് ചിരിക്കുന്ന, അതാണ് മുത്തൈത്തരു. ദേവയാനിയുടെ ഭർത്താവായിട്ടുള്ള ആ ഒരു ശരവണൻ, ശൂലും പിടിച്ചു നിൽക്കുന്ന ആ ശരവണനെ പരമശിവന് സ്നേഹത്തോടെ പുകഴ്ത്തുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത വരി പറയുന്നത് പരമശിവന് ഏറ്റവും ആദ്യം വേദങ്ങൾക്കും മുമ്പ് ഓം എന്നുള്ള പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം ഉപദേശിച്ചു കൊടുത്തത് ശരവണനാണ്, അതായത് മുരുകനാണ്. ജ്ഞാനപ്പഴം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് 30 മുക്കോടി ദേവകളും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാം അത് കണ്ട് ശരവണനെ സ്തുതിച്ചു നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ശരവണനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു തിരുപ്പുകളാണ് ഈ നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ അരുണഗിരിനാഥരെ ഇതെങ്ങനെ രചിച്ചു എന്നുള്ളത് പറയാം. ഇത് ദേവിയമ്മയുടെ ഒരു ബുക്കിലെ സിദ്ധരെ പറ്റി പറയുന്ന ഒരു കഥയാണ്. അരുണഗിരിനാഥര് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ, അദ്ദേഹത്തിന് ഈ പ്രായവ്യത്യാസമുണ്ട്, ചേച്ചി ഉണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ അരുണഗിരിനാഥര് ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ചേച്ചിയോട് പറഞ്ഞു, ഇവൻ വളർന്ന് വലുതാവുമ്പോൾ വലിയൊരു സിദ്ധനായി തീരും എന്ന് പറഞ്ഞു. അമ്മ വലിയ താമസമില്ലാതെ മരിച്ചുപോയി. അരുണഗിരിനാഥരാവട്ടെ ഒരു വുമണൈസറായിട്ട്, അതായത് സ്ത്രീലമ്പടനായിട്ട്, സ്ത്രീകളിൽ അത്യധികം ആസക്തി, അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു സ്ത്രീലമ്പടനായിട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ ഇയാളുടെ ഈ സ്വഭാവം കൊണ്ട് വീട്ടിലുള്ളവർ വളരെയധികം വിഷമിച്ചു. കൂടാതെ പ്രായമായപ്പോൾ ലെപ്രസി, അതായത് കുഷ്ഠരോഗം വന്ന് പെടുകയും ചെയ്തു. അങ്ങനെ ഈ അരുണഗിരിനാഥരുടെ ഈ ഒരു സ്വഭാവ ദൂഷ്യവും അസുഖമെല്ലാം കാരണം അവർ ദാരിദ്ര്യം ആയി. അപ്പോൾ ഈ സിസ്റ്ററിന്, അതായത് പെങ്ങൾക്ക്, അരുണഗിരിനാഥരുടെ പെങ്ങൾക്ക് ഒരു മകളുണ്ടായിട്ട് അത് മരിച്ചു പോയിരുന്നു. അതുമാത്രമല്ല അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഈ അരുണഗിരിനാഥരെ ചെറുപ്പം മുതലേ പാലിച്ചു പോന്നു. ഈ ചോദിക്കുമ്പോഴൊക്കെ സ്ത്രീകളുടെ അടുത്ത് കൊടുക്കാനായിട്ട് പണം ചോദിക്കുമ്പോഴൊക്കെ സഹോദരി എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ധൂർത്തടിച്ച് സർവ്വതും നശിപ്പിച്ചിട്ട് അവർ ഒരു മുടിമന്നനായിട്ട് വളർന്നു വരുന്നു. അപ്പോൾ ഒരിക്കൽ ഇവർക്ക് ദാരിദ്ര്യമായി എല്ലാം. അങ്ങനെ ഒരിക്കൽ ഒരു പൈസയും കയ്യിലില്ലാത്തപ്പോൾ സ്ത്രീകളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് സഹോദരിയുടെ അടുത്തുനിന്ന് പൈസ ചോദിച്ചു. എല്ലാം കൊണ്ടും മടുത്തു, ദാരിദ്ര്യവും പിന്നെ ഈ സഹോദരൻ്റെ കുഷ്ഠരോഗവും അതുകൂടാതെ ഈ വൃത്തികെട്ട സ്വഭാവവും എല്ലാം കൊണ്ടും മടുത്തപ്പോൾ സഹോദരി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനി പണമൊന്നുമില്ല നിനക്ക് തരാൻ, എൻ്റെ ഈ സ്വഭാവത്തിന്. നിനക്കൊരു സ്ത്രീയല്ലേ വേണ്ടത്, ഞാൻ എൻ്റെ ശരീരം നിനക്ക് തരാം, നിനക്കൊരു ശരീരം മാത്രമാണല്ലോ വേണ്ടതെന്ന്. അപ്പോൾ ഒരു സഹോദരനോടൊരു സഹോദരി ഇത് പറയുക എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ചു നോക്കുക. ഇയാൾക്കത് വലിയൊരു ഷോക്കായി. അപ്പോൾ അരുണഗിരിനാഥർക്ക് ഇനി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. തിരുവണ്ണാമലയിലുള്ള ആ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ആ ഒരു അരുണാചല
പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടി, അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ താഴേക്ക് ചാടിയപ്പോൾ ശരവണൻ മുരുകൻ വന്ന് അരുണഗിരിനാഥരെ താങ്ങി എന്നാണ് പറയുന്നത്, കൈകളിൽ താങ്ങി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നീ മരിക്കേണ്ട ആവശ്യമില്ല, നീ ഇനി മുതൽ എന്നെ പുകഴ്ത്തിക്കൊണ്ട് കവിതകൾ എഴുതുമെന്ന്. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു, ഞാനൊരു രോഗിയാണ്, ഞാൻ പാപങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഞാനൊരു പാപിയുമാണ്, രോഗിയുമാണ്, എനിക്ക് അറിവുമില്ല, ഞാൻ എങ്ങനെ അങ്ങയെപ്പറ്റി പുകഴ്ത്തി എഴുതുന്നു. അപ്പോൾ മുരുകൻ അരുൾ ചെയ്തു, നിന്റെ ശരീരത്തിൻ്റെ പാപം ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. എന്നിട്ട് നാവിൽ അദ്ദേഹത്തിൻ്റെ ശൂലം വെച്ചിട്ട് മുരുകൻ്റെ കയ്യിലിരുന്ന ആ വേല് അത് വെച്ചിട്ട് ഓം എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരിയാണല്ലോ ഇത്ര കാലവും ഇത്ര വലിയ ഒരു ത്യാഗം സഹിച്ച് നിന്നെ വളർത്തിക്കൊണ്ടുവന്നത്, ആ സഹോദരിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ കവിത എഴുതി തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരിയുടെ പേര് മുത്തുലക്ഷ്മി എന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. മുത്തേത്തരുപത്തിരുന്നകെ അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ ഇത് വളരെ സ്പീഡിൽ പാടേണ്ടതാണ്, ഇച്ചിരി കഷ്ടമാണ് പഠിക്കാൻ. പക്ഷെ ഞങ്ങൾ പാടിയിരുന്നു, അത് മൂകാംബികയിൽ അടുത്ത കാലത്ത് ഞങ്ങൾ നവരാത്രി സമയത്ത് പോയി പാടിയ പാട്ടാണ്. അപ്പം അതിന് ശേഷമാണ് ഈ കഥ വായിച്ചത്. അപ്പോൾ എനിക്കത് വളരെ കൗതുകം തോന്നി. കാരണം ഇതെന്താണ് എഴുതി വെച്ചേക്കണമെന്നൊന്നും മനസ്സിലാവാണ്ട് ഞാൻ ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ അർത്ഥം എല്ലാം കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ഒരു മുത്തൈ തരൂ എന്ന് തുടങ്ങിയത് തൻ്റെ സഹോദരിയെ പുകഴ്ത്തിക്കൊണ്ടാണ് എഴുതിയത്. അദ്ദേഹം അങ്ങനെ വളരെ വലിയ സിദ്ധനായിട്ട് മാറി. അപ്പോൾ അന്ന് അവിടെ രാജഭരണമാണ്, ഇത് വളരെ കാലം മുമ്പ് നടന്ന കാര്യമാണ്, രാജഭരണമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി, ഇദ്ദേഹം ഒരു സിദ്ധരായി മാറി. കാരണം ഭഗവാൻ മുരുകൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചതാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിൽ അസൂയാലുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു മന്ത്രിക്ക് വളരെയധികം അസൂയ തോന്നി. അപ്പോൾ രാജാവിനെ പറഞ്ഞ് അയാളെ സ്വാധീനിച്ചു. അയാൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് മുരുകനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ തിരുപ്പുകൾ എന്ന് പറയുന്ന രീതിയിൽ ഇദ്ദേഹം എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ ഇതെല്ലാം വളരെ ഫേമസ് ആയി. അപ്പോൾ ഇദ്ദേഹം പാടിക്കഴിഞ്ഞാൽ മുരുകൻ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ വരുത്തൂ എന്ന് രാജാവിനോട് പറയുകയാണ്. രാജാവിനോട് പറഞ്ഞു, അയാളോട് വന്നിട്ട് ഇവിടെ വന്ന് പാടാൻ പറയൂ, അപ്പോൾ മുരുകൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മന്ത്രി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ദേവീ പൂജ ചെയ്തു. ദേവീ പൂജ ചെയ്തിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചു, ഒരു കാരണവശാലും മുരുകനെ നാളെ അടുത്തുനിന്ന് വിടല്ലേ അമ്മ എന്ന് പ്രാർത്ഥിച്ചു. പാർവതി ദേവിയുടെ പുത്രനാണല്ലോ മുരുകൻ. അപ്പോൾ ദേവിയോട് മുരുകനെ പിടിച്ചു വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പിറ്റേ ദിവസം അരുണഗിരിനാഥർ രാജാവിൻ്റെ സന്നിധിയിലെത്തി. അദ്ദേഹം പാട്ടുകൾ പാടിത്തുടങ്ങി. പക്ഷേ മുരുകൻ പ്രത്യക്ഷപ്പെടുന്നേയില്ല. അപ്പോൾ എന്തെല്ലാം ചെയ്താലും, കാരണം ദേവി മുരുകനെ സ്നേഹപൂർവ്വം ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇദ്ദേഹം മുരുകൻ്റെ വാഹനമായിട്ടുള്ള മയൂരത്തിനോട് പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിലും മുരുകനെ ഇവിടെ എത്തിക്കണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ മയിൽ അവിടെ ഉന്മത്തനെ പോലെ തൻ്റെ പീലികളൊക്കെ വിടർത്തി മനോഹരമായിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ മയൂര നൃത്തം എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായതുകൊണ്ട് ദേവി അതിൽ മതിമറന്നുപോയി. കുറച്ച് നേരത്തേക്ക് മുരുകൻ്റെ കാര്യം പോലും ദേവി മറന്നുപോയി. അത്ര മനോഹരമായിട്ടാണ് മുരുകൻ്റെ വാഹനം നൃത്തം ചെയ്തത്. ആ ഒരു സമയത്ത് മുരുകൻ വന്ന് ഇവിടെ പ്രത്യക്ഷനായി. അതീവ തേജസ്സോടുകൂടി, മുരുകനെയൊക്കെ നമ്മൾ ഊഹിക്കാം, അത്ര പ്രഭയോടുകൂടിയാണ് മുരുകൻ പ്രത്യക്ഷപ്പെട്ടത്. ആ ഒരു പ്രഭയിൽ രാജാവിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മുരുകനെ കണ്ടു, പക്ഷെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ദർശനം കിട്ടിയെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് രാജാവ് ദുഃഖിതനായി. അപ്പോൾ വീണ്ടും ഈ മന്ത്രി എങ്ങനെയെങ്കിലും, അപ്പം മന്ത്രിക്ക് കുറച്ചും കൂടെ അസൂയ കൂടി. മന്ത്രിയുടെ പ്ലാൻ നടന്നില്ല, മുരുകൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കുറച്ചും കൂടെ ഫേമസ് ആയി അരുണഗിരിനാഥർ. അപ്പോൾ മന്ത്രി എന്താ ചെയ്തത്, വീണ്ടും രാജാവിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇന്ദ്രസദസ്സിൽ പോയിട്ട് അവിടുത്തെ ഒരു പ്രത്യേകതര ഇലയുണ്ട്, ആ ഇല കൊണ്ടുവന്ന് അതിൻ്റെ നീരെടുത്ത് അങ്ങയുടെ കണ്ണുകളിൽ പുരട്ടിക്കഴിഞ്ഞാൽ അങ്ങക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടും. അത് അരുണഗിരിനാഥർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ രാജാവ് വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ദേവേന്ദ്രൻ്റെ സദസ്സിൽ പോയിട്ട് ഈ ഇല കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആ ഇല കൊണ്ടുവരാനായിട്ട് നമുക്ക് ബോഡിയുമായിട്ട് ആ ഒരു തലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ചില തലങ്ങളുണ്ട്, നമുക്ക് ഭൂമിയിലാണ് ഈ ബോഡി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിലും ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് സൂക്ഷ്മ ശരീരമായിട്ടേ പോകാൻ പറ്റുള്ളൂ. ഈ ബോഡി ഇവിടെ ഉപേക്ഷിച്ചിട്ട്, അങ്ങനെയാണ് ഈ അസ്ട്രൽ ട്രാവലൊക്കെ നമ്മൾ നടത്തുന്നത്. ആ സമയത്ത് നമ്മൾ ബോഡി ഉപേക്ഷിച്ച് മുകളിലേക്ക് പോവാം. അപ്പോൾ അതുപോലത്തെ ഒരു യാത്ര നടത്താൻ ഇദ്ദേഹം തയ്യാറായി. അദ്ദേഹം തൻ്റെ ശരീരം ഭൂമിയിലിട്ടിട്ട് ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോയി.
ഈ കുബുദ്ധിയായിട്ടുള്ള ഈ മന്ത്രി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അരുണഗിരിനാഥരുടെ ആ ശരീരം എടുത്ത് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹം ഒരു എന്താ പറയുക തത്തയുടെ രൂപത്തിലാണ് ദേവേന്ദ്രൻ്റെ സദസ്സിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടെ പോയിട്ട് ആ ഇല കടിച്ചെടുത്ത് കൊണ്ടുവന്ന് രാജാവിന് കൊടുത്തു. രാജാവിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് മന്ത്രി ഇദ്ദേഹത്തിൻ്റെ ശരീരം കത്തിച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പോൾ കുബുദ്ധിയായിട്ടുള്ള തൻ്റെ മന്ത്രിയുടെ ആ ഒരു കൗടില്യം, ദുഷ്ടബുദ്ധി മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തിന് തക്ക ശിക്ഷ കൊടുത്തു. പക്ഷേ അരുണഗിരിനാഥർക്ക്, അദ്ദേഹം ഒരു സിദ്ധനാണല്ലോ, അവർക്ക് ബോഡി കോൺഷ്യസ്നെസ് എല്ലാം പോയി. അദ്ദേഹത്തിന് തൻ്റെ ശരീരം കത്തിച്ച് കളഞ്ഞതിലൊന്നും ഒരു സങ്കടവും ഉണ്ടായില്ല. അദ്ദേഹം 21 ശ്ലോകങ്ങളോടുകൂടി മുരുകനെ ഒന്ന് സ്തുതിച്ചു. ഒരു പ്രത്യേക ശ്ലോകം ചൊല്ലി മുരുകനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം എന്താ പറയുക മുരുകൻ്റെ വാഹനമായിട്ടുള്ള മയിലിൻ്റെ പുറത്തേറി മുരുകൻ്റെ ആ ഒരു തലത്തിലേക്ക്, മുരുകലോകത്തേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തമായിട്ടുള്ള തിരുപ്പുകളെല്ലാം ഇപ്പോഴുണ്ട്, അരുണഗിരിനാഥർ. അപ്പോൾ അദ്ദേഹത്തിന് മുരുകൻ്റെ ദർശനം കിട്ടിയതാണ്. ആ ഒരു അരുണഗിരി എന്നുള്ള പേര് തന്നെ നമുക്കറിയാം, തിരുവണ്ണാമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കന്ദഷഷ്ടിയായിട്ട് മുരുകൻ്റെ ഈ ഒരു കഥ, ദേവിയമ്മ എഴുതിയ ഈ ഒരു കഥ നിങ്ങളിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ദേവിയമ്മയുടെ ഈ ബുക്ക് എല്ലാവരും വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓട്ടോബയോഗ്രഫി ഓഫ് എ സിദ്ധ ഇത്. അപ്പോൾ വായിക്കുക. ഇത് നമുക്ക് ഒറ്റയടിക്കൊന്നും വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റില്ല. ഞാനിത് വായിച്ചു കഴിഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും വായിക്കാൻ അർഹതയുള്ളൊരു ബുക്കാണിത്. കാരണം ദേവിയമ്മയുടെ അനുഭവങ്ങൾ നമുക്ക് അനുഭവമായിട്ട് വരും. ഇത് വായിച്ച് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തേത്തൊരു ഇതിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രൊനൗൺസിയേഷനും ഇതിൻ്റെ സ്പീഡും ഒക്കെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇത് എഴുതിയിരിക്കുന്നത്, ഏത് ഭാഷയാണെന്നിട്ട് എൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഉടനെ തന്നെ ദേവിയമ്മയുടെ ബുക്ക് വായിച്ചു വരുമ്പോഴാണ് അതിൽ ഈ ഒരു മുത്തേത്തരുവിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന ഒരു ഗ്രന്ഥമാണിത്. പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കുക, വാങ്ങി. ഇടയ്ക്കൊക്കെ ഞാനിതിൽ ട്രാൻസ്ലേഷൻ കഥകളുമായിട്ട് വരാം. അപ്പോൾ ഓം ശരവണ ഭവായ നമഃ. എല്ലാവർക്കും സ്കന്ദഷഷ്ടി ആശംസകൾ. മക്കൾക്ക് വേണ്ടി വ്രതം എടുക്കുന്ന എല്ലാ അമ്മമാർക്കും സ്കന്ദഷഷ്ടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.